അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കിച്ചടി എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതായത് ബീട്രൂട്ട് കിച്ചടിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കാം. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പോളം തേങ്ങ ചെരുകിയതും അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കണം. ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ജോലിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഏകദേശം ഒരു 1 മുതൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പം ഒരു 2 വറ്റൽമുളകും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് കൊടുക്കാം. കടുക് കംപ്ലീറ്റ് പൊട്ടിയതിന് ശേഷം മാത്രം ചേർക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്കൊരു കടുക് നമ്മൾ കടിക്കുമ്പം ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ബീട്രൂട്ടാണ്. 2 മീഡിയം സൈസ് ആയിട്ടുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് വലിയ പീസസ് ആയിരിക്കില്ല, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം, അതല്ലെങ്കിൽ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നാണ് കിച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി നമ്മുടെ ബീട്രൂട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടല്ല എടുക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അങ്ങനെ ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പം തേങ്ങയുടെ അരപ്പും തൈരൊക്കെ ചേർത്തിട്ട് വരുമ്പോൾ നല്ല കുറുകിയിട്ടാണ് ഇരിക്കുക. അപ്പോൾ വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം നമുക്ക് ഈ ഒരു സമയം ചേർക്കാം. അതുപോലെ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഫൈനലായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സമയം നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർക്കണം. അതായത് 1/4 കപ്പ് തേങ്ങയും പിന്നെ നമ്മൾ ചെറിയ ജീരകം, പച്ചമുളക് എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പം കിച്ചടി ആയതുകൊണ്ട് നമ്മളിതിലേക്ക് കടുക് കൂടെ ചേർത്തിട്ട് അരക്കില്ല. സാധാരണ രീതിയിൽ പച്ചടി ചെയ്യുമ്പം നമ്മൾ കടുക് കൂടെ ചേർക്കുന്നതാണ്. കിച്ചടിക്ക് ആ കടുകിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് ഒരു ചെറിയ തീയിൽ 1-2 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യണം. ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചച്ചുവൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ബീട്രൂട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഈ ഒരു തേങ്ങയുടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ വളരെ ചെറിയ തീയിൽ വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്കിത് വളരെ കുറുകിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഈ ഒരു സമയം. അപ്പോൾ നമ്മുടെ തേങ്ങ ചേർത്ത് നമ്മൾ 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം തൈര് ചേർക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് പുളിയുള്ള തൈരാവരുത്, അതുപോലെ വളരെ പുളി ഇല്ലാത്ത തൈരും ആവരുത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇടയിൽ നിൽക്കുന്ന പുളി വേണം നമ്മുടെ ഈ ഒരു കിച്ചടി ചെയ്യുമ്പം. ഒരു 1/4 കപ്പോളം ഒന്ന് ബീറ്റ് ചെയ്തിട്ട്, തൈര് നല്ല കട്ടയായിട്ടുള്ള തൈരാണെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. തൈര് ചേർത്തിയ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റോവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. തൈര് ചേർത്തിട്ട് പിന്നെ നമ്മൾ അങ്ങനെ തിളപ്പിക്കൊന്നും വേണ്ട. പച്ചടി കിച്ചടിയൊക്കെ ചെയ്യുമ്പം തൈര് ചേർത്തിയ ഉടനെ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ചാൽ മതി, അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിച്ചടി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ബീട്രൂട്ട് കിച്ചടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നമ്മളിങ്ങനെ ഇലയിൽ വിളമ്പുമ്പം നല്ല കുറുകി ഇരിക്കുന്ന കണ്ടീഷനാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് തണുത്ത് കഴിയുമ്പം നന്നായിട്ട് കുറുകിയിട്ട് വരും, അത് ഇത്രയും ലൂസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്